അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ ലിസാനിലെ നാലാമത്തെ പാഠം. ആ നാലാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? മാ ഹാദ. എന്താണ്? മാ ഹാദ. ഒരു ചോദ്യചിഹ്നവും കാണാം. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്തോ ഒരു ചോദ്യമാണ് അല്ലേ? എന്തോ ഒരു ചോദ്യമാണ്, നമുക്ക് അപ്പം തന്നെ ബോധ്യപ്പെടും. ഇനി എന്താണ് ഈ മാ ഹാദ എന്ന് പറഞ്ഞാൽ? ഈ പാഠത്തിൽ എന്താണ് പഠിക്കാനുള്ളത്? നമ്മൾ പാഠത്തിലേക്ക് നേരെ കടക്കണം. മാ ഹാദ, മാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന്. എന്താണ്? എന്താണെന്നാണ് മാ എന്നതിൻ്റെ അർത്ഥം. മാ എന്ന് പറഞ്ഞാൽ എന്ത്. ഹാദ എന്ന് പറഞ്ഞാലോ? ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. ഇത്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്. ഇതിന് ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത് എന്നർത്ഥം. ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണ്? ഇത് എന്നാണ്. അപ്പൊ മാഹാദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മാഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്. മാന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നുണ്ട്, ഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം ഇത്. അപ്പോൾ രണ്ടും കൂടി ഇത് എന്താണ്. മാഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്. ഒരു ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കുക, ഒരു ഫോട്ടോയും തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, മാഹാദ ഇതെന്താണ്. അതായത് ഈ ഫോട്ടോയിൽ കാണുന്നത് എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഈ ഫോട്ടോയിലുള്ളത്? രണ്ട് മാങ്ങകൾ ഉണ്ടല്ലേ, ഒരു പാത്രത്തിൽ രണ്ട് മാങ്ങകളുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? മാങ്ങ. ഇത് മാങ്ങയാണെന്ന് പറയണം. എങ്ങനെയാണ് അറബിയിൽ പറയാം? ഇത് മാങ്ങയാണെന്ന് എങ്ങനെ അറബിയിൽ പറയാം? ഇത് എന്നുള്ളതിനെ നമ്മൾ പഠിച്ചിരുന്നോ? ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണല്ലേ. അപ്പൊ ഹാദ എന്ന് ആദ്യം കൊടുക്കുക. പിന്നെയോ അതിനുശേഷം മാങ്ങക്ക് എന്താ പറയാ? മാങ്ങക്ക് മാഞ്ച എന്നാണ് അറബിയിൽ പറയാം. എന്താണ് പറയാ? മാഞ്ച. അപ്പോ ഹാദ മാഞ്ച, ഇത് മാമ്പഴമാണ്. ഇത് മാമ്പഴമാണ്. ഹാദ മാഞ്ച, ഇത് മാമ്പഴമാണ്. അപ്പോ മാഹാദ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇതെന്താണ്. ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ടത് എന്താണ്? മാ എന്ന പദമാണ്. മാ എന്ന പദം. മാ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നന്നായിട്ട് പഠിച്ചോ. എന്ത് എന്നാണ് മാ എന്നതിന്റെ അർത്ഥം. പിന്നെ ഹാദ ഹാദിഹി എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത്. ഇപ്പൊ ഇത് രണ്ടും പറയുമ്പോൾ ഹാദയും ഹാദിഹിയും എന്താണ്? ഇത് എന്നാണ് അർത്ഥം. അപ്പൊ അത് തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? നമുക്ക് പറയാം. അതിന് മുമ്പ് അടുത്തൊരു ഫോട്ടോ നമുക്ക് കാണാം. മാ ഹാദിഹി. മാ ഹാദിഹി ഇതെന്താണ്. മാ ഹാദിഹി ഇതെന്താണ്. ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എന്താണ് ഫോട്ടോയിലുള്ളത്? ഒരു പൂച്ചക്കുട്ടി ഉണ്ട് അല്ലേ? പുല്ലുകൾക്കിടയിൽ ഒരു പൂച്ചക്കുട്ടി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പൊ പൂച്ചക്ക് എന്താണ് പറയേണ്ടത്? പൂച്ചക്ക് ഹിറത്തുൻ എന്നാണ് പൂച്ചക്ക് പറയാം. എന്താണ് പറയാ? ഹിറത്തുൻ. അപ്പോ ഹാദിഹി ഹിറത്തുൻ, ഇത് ഒരു പൂച്ചയാണ്. ഇതൊരു പൂച്ചയാണ്. ഹാദിഹി ഹിറത്തുൻ, ഇതൊരു പൂച്ചയാണ്. അപ്പൊ അങ്ങനെയാണ് മാ ഹാദിഹി ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പൂച്ചയാണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത്, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്. മാ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇതെന്ത്. അപ്പൊ ഇതൊരു പൂച്ചയാണ്. ഹാദിഹി ഹിറത്തുൻ, ഇതൊരു പൂച്ചയാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ചോദ്യം തരും, പൂച്ചയുടെ ഫോട്ടോ തരും. അപ്പൊ അതിന് ആൻസർ എങ്ങനെ എഴുതേണ്ടി വരും? ഹാദിഹി ഹിറത്തുൻ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ഹാദിഹി ഹിറത്തുൻ എന്ന് തരും, എന്നിട്ട് പൂച്ചയുടെ ഫോട്ടോ തരും, എന്നിട്ട് പറയും ഇതിന് ചോദ്യം ഉണ്ടാക്കാൻ പറയും. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക? മാ ഹാദിഹി ഇതെന്താണ്. ഇത് പൂച്ചയാണെന്ന് ആൻസർ തന്നു കഴിഞ്ഞാൽ ചോദ്യം എന്താ വേണ്ടത്? ഇതെന്താണെന്നല്ലേ ചോദിക്കണ്ടേ? അപ്പോ മാ ഹാദിഹി ഇതെന്താണെന്നാണ് ചോദ്യമായിട്ട് എഴുതേണ്ടത്. ഇനി ഹാദയും ഹാദിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പഠിച്ചതാണ് ഹാദയും ഹാദി. ഹാദാന്ന് പറഞ്ഞാലും ഹാദി എന്ന് പറഞ്ഞാലും ഇത് എന്നാണ് അർത്ഥം നമ്മൾ പഠിച്ചു. ഇനി ചെറിയ വ്യത്യാസമുണ്ട്. പുരുഷനെ സൂചിപ്പിക്കുന്നതാണ് ഹാദ. പുരുഷനെ സൂചിപ്പിക്കുന്നതാണ് ഹാദ. സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ് ഹാദി. രണ്ടിന്റെ അർത്ഥം ഇത് എന്നാണ്. പക്ഷെ ഒരു പുരുഷനിലേക്ക് ചൂണ്ടിയിട്ടേ ഹാദ എന്ന് പറയാവൂ, ഒരു സ്ത്രീയിലേക്ക് ചൂണ്ടിയിട്ടേ ഹാദി എന്ന് പറയാവൂ. നമ്മളെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒന്നിരിക്കലത് പുരുഷനായിട്ടോ സ്ത്രീ ആയിട്ടോ നമ്മൾ സൂചിപ്പിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചില്ലേ മാങ്ങ. മാങ്ങ ശരിക്കും പുരുഷനാണോ? ആണോ? പക്ഷെ അതിനെ പുരുഷനായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹാദ എന്ന് ഇതിന് നേരെ പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് നോക്കാം. അപ്പൊ ഹാദയും ഹാദിയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു.
എന്താണ് ഹാദിയും ഹാദി എന്ന് പറഞ്ഞാൽ ഒന്ന് പുരുഷനെ, ഹാദ എന്ന് പറഞ്ഞാൽ പുരുഷനെ സൂചിപ്പിക്കുന്നത്, ഹാദി എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സൂചിപ്പിക്കുന്നത്. അടുത്തത് മൻ. മൻ എന്ന വേറൊരു പദം കൂടി പാഠത്തിൽ പഠിക്കുക. മാ എന്ന പദം പഠിച്ചു, പ്രധാനപ്പെട്ട വേറൊരു പദം കൂടിയാണ് മൻ. മൻ എന്ന് പറഞ്ഞാൽ ആര്, ഹൂ. ഇംഗ്ലീഷിൽ ഹൂ എന്ന് പറയും. മാ എന്ന് പറഞ്ഞാൽ വാട്ടിനെയാണ്, ഇവിടെ മൻ എന്ന് പറഞ്ഞാലോ ഹൂ, ആര്. മൻ ഹാദ, ഇതാരാണ്. മൻ ഹാദ, ഇതാരാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, മൻ എന്ന് പറഞ്ഞാൽ ആര്. മൻ ഹാദ എന്ന് പറഞ്ഞാൽ ഇതാര്. ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു കുട്ടിയുടെ ഫോട്ടോയാണുള്ളത്. ആ കുട്ടിക്ക് പേരിട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരെന്താണ്, ബാസിം എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ പറയാണ് ഹാദ ബാസിമൻ, ഇത് ബാസിമാണ്. ഹാദ ബാസിമൻ, ഇത് ബാസിമാണ്. അപ്പോ മൻ ഹാദ എന്ന് ചോദിച്ചാൽ ഇതാരാണ്, ആരാണ്, ഹാദ ബാസിമൻ, ഇത് ബാസിമാണ്. അപ്പൊ മൻ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ, ആര്. ഇനി വേറൊന്ന് കാണാം, മൻ ഹാദിഹി. മൻ ഹാദിഹി, ഇതാരാണ്. അതിനർത്ഥം തന്നെയാണ് ഇതാര്. മൻ ഹാദ എന്ന് പറഞ്ഞാലും മൻ ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണ്, ഇതാരാ. പിന്നെന്താ വ്യത്യാസം ഉണ്ടായിരുന്നത്, ഇവിടെ പുരുഷനായിരുന്നു അപ്പൊ ഇവിടെ ഹാദ എന്ന് ഉപയോഗിച്ചു. ഇനി ഈ ഫോട്ടോയിലുള്ളതോ സ്ത്രീയാണ്, അപ്പൊ ഹാദിഹി എന്ന് ഉപയോഗിച്ചു. മനസ്സിലായോ. അപ്പൊ മൻ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇതാരാണ്. ഈ കുട്ടിയുടെ പേരെന്താണ്, ലുബിന എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഹാദിഹി ലുബിനത്ത്, ഇത് ലുബിനയാണ്. ഹാദിഹി ലുബിന, ഇത് ലുബിനയാണ്. അപ്പൊ ഈ പാഠം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് പദങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഒന്ന് മാ, രണ്ട് മൻ. മൻ അതുപോലെ മാ എന്നുള്ള രണ്ട് പദങ്ങൾ പഠിച്ചു. മാ എന്ന് പറഞ്ഞാൽ എന്ത്, മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോൾ പരീക്ഷകൾക്ക് ഫോട്ടോകൾ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചോദ്യം തന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതാനോ ഉണ്ടാകും. അപ്പോൾ ഹാദയും ഹാദിയും ഉപയോഗിക്കേണ്ട രീതി നമ്മൾ മനസ്സിലാക്കി. പുരുഷനാകുമ്പോൾ ഹാദ എന്ന് ഉപയോഗിക്കും, സ്ത്രീ ആകുമ്പോൾ ഹാദി എന്ന് ഉപയോഗിക്കും. രണ്ടിൻ്റെയും അർത്ഥം എന്താണ്, ഇത് എന്നാണ്. എന്നാൽ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക ഈ പാഠട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.